നമസ്കാരം. അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തതിലെ പ്രതിഫല പ്രശ്നത്തെ ചൊല്ലി ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിമർശനം ഉന്നയിച്ചത് വിവാദമായതിന് പിന്നാലെ കേരള സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. സർക്കാരിനായി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടിട്ട് അക്കാദമി അപമാനിച്ചതായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഗാനം എഴുതി നൽകിയ ശേഷം അക്കാദമിയിൽ നിന്ന് ഒരു അറിയിപ്പും ലഭിച്ചില്ല. സച്ചിദാനന്ദനും അക്കാദമി സെക്രട്ടറി അബൂബക്കറുമാണ് ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് കേരള ഗാനം ക്ഷണിക്കുന്നു എന്ന് ചാനലുകളിൽ പരസ്യം നൽകി. 3000-ലധികം പാട്ടെഴുതിയ താൻ ഒരു ഗദ്യകവിക്ക് മുന്നിൽ അപമാനിതനായെന്നും അദ്ദേഹം പറഞ്ഞു. താൻ അപമാനിക്കപ്പെട്ടതിന് സാംസ്കാരിക മന്ത്രി ഉത്തരം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശ്രീകുമാരൻ തമ്പിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നും പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ അനുഭവം അറിഞ്ഞപ്പോൾ മാസങ്ങൾക്ക് മുൻപ് എനിക്ക് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം ഓർമ്മ വന്നു. കേരള ഗവൺമെന്റിന് എവിടെയും എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പാകത്തിൽ ഒരു കേരള ഗാനം എഴുതി കൊടുക്കണമെന്ന് അക്കാദമി സെക്രട്ടറിയായ ശ്രീ അബൂബക്കർ എന്നോട് ആവശ്യപ്പെട്ടു. ആദ്യം ഞാൻ ആ ക്ഷണം നിരസിച്ചു. കേരള സാഹിത്യ അക്കാദമി ഇന്നേ വരെ എൻ്റെ ഒരു പുസ്തകത്തിനും അവാർഡ് നൽകിയിട്ടില്ല. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമോ ഫെലോഷിപ്പോ നൽകിയിട്ടില്ല. ഞാൻ പിന്തുണ ആവശ്യപ്പെട്ട ആരുടെയും പിന്നാലെ നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അക്കാദമിയുടെ പ്രത്യേക കടപ്പാടോ വിധേയത്വമോ ഇല്ല. അതുകൊണ്ടാണ് ഈ പാട്ടെഴുത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തീരുമാനിച്ചത്. എന്തിന് ഇപ്പോൾ നടന്ന പുസ്തകോത്സവത്തിൽ പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല. ശ്രീ അബൂബക്കറും ശ്രീ സച്ചിദാനന്ദനും വീണ്ടും നിർബന്ധിച്ചപ്പോൾ സാമാന്യ മര്യാദയുടെ പേരിൽ ഞാൻ സമ്മതിച്ചു. അബൂബക്കർ എന്നോട് ചോദിച്ചു, താങ്കളല്ലാതെ മറ്റാര് എന്ന്. ചെറിയ ക്ലാസ്സിലെ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പാട്ട് എന്ന പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് രചനാശൈലി ഞാൻ ലളിതമാക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പാട്ട് എഴുതി അയച്ചു. എനിക്ക് തൃപ്തിയായില്ല എന്ന് അബൂബക്കറിൽ നിന്ന് മെസ്സേജ് വന്നു. ഞാൻ എങ്കിൽ എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. വീണ്ടും സച്ചിദാനന്ദൻ എനിക്ക് മെസ്സേജ് അയച്ചു. താങ്കൾക്ക് എഴുതാൻ കഴിയും എന്ന് പറഞ്ഞു. ആദ്യ വരികൾ മാത്രം മാറ്റിയാൽ മതി. പാട്ടിൻ്റെ രണ്ടാം ഭാഗം മനോഹരമാണെന്ന് അബൂബക്കർ പറഞ്ഞു. ഞാൻ പല്ലവി മാറ്റി എഴുതി കൊടുത്തു. അതിനുശേഷം സച്ചിദാനന്ദനിൽ നിന്ന് നന്ദി എന്ന ഒറ്റ വാക്ക് മെസ്സേജായി വന്നു. എൻ്റെ പാട്ട് സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് അപ്പോഴും അറിയില്ല. അക്കാദമിയിൽ നിന്ന് അനുകൂലമായോ പ്രതികൂലമായോ ഔദ്യോഗികമായി ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാഹിത്യ അക്കാദമി കവികളിൽ നിന്നും കേരള ഗാനം ക്ഷണിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പരസ്യം സ്വകാര്യ ചാനലുകളിൽ വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ പാട്ട് അവർ നിരാകരിച്ചു എന്നതാണല്ലോ ഇതിനർത്ഥം. 3000-ലധികം പാട്ടുകൾ എഴുതിയ എനിക്ക് KC അബൂബക്കർ എന്ന ഗദ്യകവിയുടെ മുൻപിൽ അപമാനിതനാകേണ്ടി വന്നു. ഇതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ സാംസ്കാരിക മന്ത്രി സഖാവ് സജി ചെറിയാനും എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആസ്വാദകരുമാണ്. ഞാൻ എഴുതിയ ഈ പുതിയ കേരള ഗാനം എൻ്റെ ചെലവിൽ റെക്കോർഡ് ചെയ്ത് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി യൂട്യൂബിൽ അധികം വൈകാതെ അപ്ലോഡ് ചെയ്യും. എല്ലാ മലയാളികളുടെയും സ്വത്തായിരിക്കും ആ പാട്ട്. എനിക്ക് പകർപ്പവകാശം വേണ്ട. വിദ്യാലയങ്ങൾക്കും സാംസ്കാരിക സംഘടനകൾക്കും കുട്ടികൾക്കും ആ പാട്ട് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. കേരളത്തെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും ഏറ്റവും അധികം ഗാനങ്ങളും കവിതകളും എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്ര മാത്രമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പരാതിക്ക് പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരുന്നു. ചുള്ളിക്കാടിനെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചതായി മന്ത്രി അറിയിച്ചു. ചുള്ളിക്കാട് പറഞ്ഞതിൽ കാര്യമുണ്ടെന്നും ഓഫീസിന് സംഭവിച്ച പിഴവാണെന്നും മന്ത്രി പറഞ്ഞു. ഫെസ്റ്റിവൽക്ക് പണം നൽകുന്നുണ്ട്, എന്നാൽ ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കാനാകില്ല. പണമല്ല, സാഹിത്യകാരന്മാർക്ക് കിട്ടുന്ന പരിഗണനയാണ് വിഷയമെന്നും മന്ത്രി പറഞ്ഞു.